താമരശ്ശേരി ചുരത്തിലെ കവർച്ചാ കേസിൽ അറസ്റ്റ് തുടരുന്നു. കവർച്ചയിൽ നേരിട്ട് പങ്കെടുത്ത ഒരാൾ അന്വേഷണ സംഘത്തിന്റെ പിടിയിലായി. കേസിൽ 20ഓളം പേർ ഉൾപ്പെട്ടതായി പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി. മൈസൂരിൽ നിന്നും കൊടുവള്ളിയിലേക്ക് കടത്തുകയായിരുന്ന 68 ലക്ഷം രൂപ താമരശ്ശേരി ചുരത്തിൽ വെച്ച് കവർച്ച ചെയ്ത സംഭവത്തിൽ ഒരാളെ കൂടി പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് പന്തീരങ്കാവ് മൂർക്കനാട് പാറക്കൽ താഴം PP അബ്ദുൽ മഹറൂഫാണ് പിടിയിലായത്. ഈ മാസം 13-നാണ് മൈസൂരിൽ താമസിക്കുന്ന മഹാരാഷ്ട്ര സ്വദേശി വിശാൽ ദശത് മഡ്കരിയുടെ കാർ തടഞ്ഞ് 68 ലക്ഷവും കാറും മൊബൈൽ ഫോണും കവർന്നത്. 15-ന് വൈകിട്ടാണ് സംഭവം പോലീസിനെ അറിയിക്കുന്നത്. സംഭവത്തിൽ എറണാകുളം ചെട്ടിക്കാട് കുഞ്ഞിത്തൈ കളത്തിൽ തോമസ് എന്ന തൊമ്മൻ, തൃശൂർ കൊടുങ്ങല്ലൂർ പുതിയ പോസ്റ്റ് പുല്ലൂറ്റ് അലങ്കാരത്ത് പറമ്പിൽ ഷാമോൻ, താമരശ്ശേരി മുട്ടുകടവിൽ സുബീഷ്, കണ്ണൂർ ഇരിട്ടി ആളപ്ര കൊയിലേരി അജിത് എന്നിവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെ അറസ്റ്റിലാവുന്നവരുടെ എണ്ണം 5ആയി. സംസ്ഥാന വ്യാപകമായി കുഴൽപ്പണം പൊട്ടിക്കുന്ന സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. വീതിച്ച് ലഭിച്ച പണത്തിൽ നിന്ന് ബാക്കിയുള്ള 20,000 രൂപ പോലീസ് കണ്ടെടുത്തു. കവർച്ചയിൽ നേരിട്ട് പങ്കെടുത്തത് 8 പേരാണെങ്കിലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 20ഓളം പേർ കൃത്യത്തിൽ പങ്കാളിയായതായി പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി. 68 ലക്ഷം നഷ്ടപ്പെട്ടുവെന്നാണ് പോലീസിൽ പരാതി നൽകിയതെങ്കിലും കൂടുതൽ പണം നഷ്ടപ്പെട്ടിരിക്കാമെന്നാണ് സൂചന. കവർച്ചാ സംഘത്തിലെ പലർക്കും പരസ്പരം അറിയില്ല. വയനാട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് കവർച്ച നടത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിലും വിഫലമാവുകയായിരുന്നുവെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി. സംഘത്തലവൻ ഉൾപ്പെടെയുള്ളവരെ പിടികൂടാനായി പോലീസ് വിവിധ സംഘങ്ങളായി സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തിവരികയാണ്. താമരശ്ശേരി ഇൻസ്പെക്ടർ സായുജ് കുമാർ, കൊടുവള്ളി SI അനൂപ് അരീക്കര, ASI ഷിബിൽ ജോസഫ്, സീനിയർ CPO അജിത്, CPOമാരായ അരുൺ, ഷിംജിത്ത്, റജിൻ എന്നിവരടങ്ങിയ സംഘമാണ് മഹറൂഫിനെ പിടികൂടിയത്. താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി. ഇതൊന്നും മാച്ച് അല്ല, ഇത് കഴിഞ്ഞ ഫംഗ്ഷൻ ഇട്ടതാ. നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയ ഗോൾഡിലുണ്ട്. Dia Gold and Diamonds, my jewelry, my identity.